ശ്രീ മുഹമ്മദ് അജ്മൽ, കൂടുതൽ നിക്ഷേപങ്ങൾ, വൻ നിക്ഷേപങ്ങൾ, കൂടുതൽ തൊഴിലവസരങ്ങൾ, ഒരു വശത്ത് തൊഴിൽ നഷ്ടമാകുമെന്നുള്ള ആശങ്കകൾ ചർച്ച ചെയ്യപ്പെടുന്നതിനൊപ്പം തന്നെ കൂടുതൽ തൊഴിലവസരങ്ങളും നിക്ഷേപങ്ങളും എത്തുമ്പോൾ അത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്ത് പകരുമെന്നുള്ള പ്രതീക്ഷകൾ. അതോടൊപ്പം തന്നെ ഇപ്പോൾ അവിടെ അതിഥി സൂചിപ്പിച്ചതുപോലെ എളുപ്പത്തിൽ ഇത് സാധ്യമല്ല. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഒരുക്കേണ്ടതുണ്ട്. രാജ്യം ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ഇനി വേണ്ടത്? ഇവിടെ പറഞ്ഞതുപോലെ നമ്മളൊരു GPU നമ്മൾ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഞാൻ GPU ഡിസൈനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇന്റൽ. അപ്പോൾ NVIDIA, അതേപോലെ ഇന്റൽ, കോൾകോം അല്ലെങ്കിൽ ARM, AMD ഇത്തരം കമ്പനീസ് ഒക്കെ ഇതിൽ ഒരുപാട് മുന്നിലോട്ട് പോയിട്ടുണ്ട്. ഈ കമ്പനീസ് തന്നെ എടുത്താൽ തന്നെ ഇതിൽ മാനുഫാക്ചറിങ് ഇന്റൽ, അതേപോലെ തന്നെ സാംസങ്, TSMC, തായ്വാൻ സെമി കണ്ടക്ടേഴ്സ്, ഈ കമ്പനീസിന് മാത്രമാണ് മാനുഫാക്ചറിങ്. നേരത്തെ ജിജോ സാർ പറഞ്ഞതുപോലെ ഒരുപാട് കൺസ്ട്രെയിൻസ് അവിടെ ഉണ്ട്. വെള്ളത്തിന്റെയും എനർജിയുടെയും ലഭ്യത മുതൽ നമുക്ക് എത്രത്തോളം സപ്ലൈ നമുക്ക് അവർക്ക് ഇത് ടെസ്റ്റിങ്ങിന് വേണ്ടി കൊടുക്കാൻ പറ്റും, എത്രത്തോളം സപ്ലൈ ചിപ്പുകൾ കൊടുക്കാൻ പറ്റും എന്നുള്ളത് വരെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 28 നാനോമീറ്ററിലാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്. ആക്ച്വലി 18 ആംസ്ട്രോങ്ങിലോട്ടും 20 ആംസ്ട്രോങ്ങിലോട്ടൊക്കെ TSMCയും ഇന്റലൊക്കെ ഓൾറെഡി അവരുടെ റിസർച്ചുമായിട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു മാനുഫാക്ചറിങ് ഭാഗത്ത് ആക്ച്വലി നമ്മൾ പിന്നിലാണ്. ടു ക്യാച്ചപ്പ് അത് കുറച്ച് സമയമെടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഡാറ്റയുടെ അവൈലബിലിറ്റിയാണ്. ഇന്ത്യ എന്നുള്ള വലിയ രാജ്യത്ത് നമ്മൾ ഈ ഡാറ്റ നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ സ്വയം ചോദിക്കേണ്ടതാണ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മെഡിസിൻ രംഗത്ത് AI ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നത് റേഡിയോളജി, അതായത് നമ്മുടെ സ്കാനിങ്, USG, CT പോലെയുള്ള ഇമേജ് സ്കാനിങ് രംഗത്തും അതേപോലെ പാത്തോളജിക്കൽ റിപ്പോർട്ട്സ് മറ്റു കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. എന്റെ വൈഫ് ഒരു ഡോക്ടറാണ്, മെഡിക്കൽ കോളേജിൽ റെസിഡന്റ് ആയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നത്. എത്രത്തോളം അവരുടെ ഡാറ്റ ഡിജിറ്റലൈസ്ഡ് ആണ്. ഇപ്പോൾ കേരളത്തില് കോഴിക്കോട് മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജോ ഒക്കെ എടുക്കുകയാണെങ്കിൽ എത്ര ഡാറ്റ നമ്മൾ ഡിജിറ്റലി കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നമുക്ക് ഈ ഡോക്ടേഴ്സിനെയോ നമ്മുടെ ഹെൽത്ത് ഫോഴ്സിനെയോ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന AI മോഡൽസ് നമുക്ക് എന്തൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് ആക്ച്വലി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഇതുവരെ അത്രത്തോളം ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ ഗൂഗിൾ ഡയബറ്റിക് റെറ്റിനോപ്പതി പോലെയുള്ള അസുഖങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഗൂഗിളിന്റെ ഹെൽത്ത് ആമായിട്ടുള്ള വെർലിയുമായി ചേർന്നിട്ട് റിസർച്ച് നടത്തുന്നുണ്ട്. ഈ റിസർച്ചിൽ അവർ പ്രൈമറിലി പാർട്ണർ ആയിട്ടുള്ളത് ഇന്ത്യയിലെ മധുരയിലുള്ള അരവിന്ദ് ഐ ഹോസ്പിറ്റലാണ്. കാരണം ഇന്ത്യ എന്നുള്ളത് ഗൂഗിൾ എന്നുള്ള കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഡാറ്റയുടെ ഒരു ഗോൾഡ് മൈനാണ്. ഇത്രയധികം പേഷ്യൻസിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന, ഇത്രയധികം പേഷ്യൻസിനെ ഡയഗ്നോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു രാജ്യം ഉണ്ടാവില്ല. ഈ ഡാറ്റ ഡിജിറ്റലൈസ് ചെയ്താൽ നമുക്ക് വലിയ വിപ്ലവങ്ങൾ ഒരു സൈഡിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. രണ്ട് ഡീപ് സീക്ക് ചെയ്തതാണ്. ഡീപ് സീക്ക് എന്താണ് ചെയ്തത്? ഒരു 20,000 GPUs ഒരു 90 ദിവസം ട്രെയിൻ ചെയ്തിട്ടാണ് OpenAI മോഡൽ ഉണ്ടാക്കിയതെങ്കിൽ വെറും 2048 അതും പെർഫോമൻസ് കുറഞ്ഞ GPUs ഉപയോഗിച്ച് ഒരു 25 ദിവസം ട്രെയിൻ ചെയ്തിട്ടാണ് ഡീപ് സീക്ക് അവരുടെ മോഡൽ, OpenAI വെല്ലുന്ന മോഡൽ അവർ ക്രിയേറ്റ് ചെയ്തത്. ഈ ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാണ്? അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ NVIDIAയുടെ സ്റ്റോക്ക് വാല്യൂ താഴെ പോകാൻ റീസൺ എന്താണ്? കാരണം ഇത്രയധികം GPUs വേണ്ട എന്ന് വേൾഡിന് മുമ്പ് പ്രൂവ് ചെയ്യുകയാണ് ഡീപ് സീക്ക് ചെയ്തത്. അതെങ്ങനെയാണ് അവർ ചെയ്തത്? അവർ ബെറ്റർ മാത്തമാറ്റിക്കൽ അൽഗോറിതംസ് ഇംപ്ലിമെന്റ് ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ടാലന്റുകളുണ്ട്. ഈ ടാലന്റുകളെ നേർച്ചർ ചെയ്തുകൊണ്ട് ഒരു AI രംഗത്ത് അവർക്ക് നല്ല ട്രെയിനിങ് നൽകിക്കൊണ്ട് അതേപോലെ നല്ല റിസർച്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുത്ത് നമുക്ക് എങ്ങനെ ഈ കമ്പ്യൂട്ടേഷന്റെ മേലെയുള്ള, കമ്പ്യൂട്ട് പവറിന്റെ മേലെയുള്ള NVIDIA GPUസിന്റെ അല്ലെങ്കിൽ ഇന്റൽ GPUസിന്റെ മേലെയുള്ള ഡിപ്പെൻഡൻസി നമുക്ക് എങ്ങനെ ഒരു സൈഡിൽ നമ്മുടെ ഒരു മാത്തമാറ്റിക്കൽ അൽഗോറിതംസ് ബെറ്റർ ആക്കിക്കൊണ്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും, നമുക്ക് എങ്ങനെ ആ കോസ്റ്റ് കുറക്കാൻ സാധിക്കും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്. മൂന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇനി ഏജന്റുകളുടെ കാലമാണ്. നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കരിയർ മേഖലകളിൽ നമുക്ക് ആളുകളെ AI ബേസിക് ട്രെയിനിങ്ങൾ, എല്ലാവരും AI മോഡൽസിനെ കുറിച്ചോ അതിന്റെ മാത്തമാറ്റിക്സിനെ കുറിച്ചോ ഈവൻ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചോ അറിഞ്ഞുകൊള്ളുന്നില്ല. പക്ഷെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും ഇത്തരത്തിലുള്ള മോഡൽസ്, ഇപ്പോൾ നമ്മൾ ഹലോ ഗൂഗിൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹായ് സിരി എന്ന് പറയുമ്പോൾ ഞാനൊരു ഇന്ത്യക്കാരൻ പറയുന്ന പോലെ ആയിരിക്കില്ല ഒരു അമേരിക്കക്കാരൻ പറയുക, ഞാനൊരു കേരളീയൻ പറയുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ഒരിക്കലും മറ്റൊരു സ്റ്റേറ്റിലുള്ള ഒരാൾ പറയുക. അവിടെ അവരുടെ പ്രൊനൗൺസിയേഷനിൽ വരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് അവരുടെ കൂടെ കമ്പ്യൂട്ടർ സയന്റിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലിംഗ്വിസ്റ്റിക്സ് പഠിച്ച ആളുകൾ ആവശ്യമാണ്, സൈക്കോളജി പഠിച്ച ആളുകൾ ആവശ്യമാണ്, സോഷ്യോളജി പഠിച്ച ആളുകൾ ആവശ്യമാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ AI ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പേർട്സിനെ നമുക്ക് ആവശ്യമാണ്. ഇത് നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു മാത്തമാറ്റിക്സിന്റെ കാര്യത്തിൽ വന്നാൽ പോലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രഥമിന്റെ സർവേയിൽ പറയുന്നത് കേരളത്തിലെ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക്, കേരളത്തിന് എന്ത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരളത്തിൽ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ ഒരു 38% കുട്ടികൾക്ക് മാത്രമാണ് 2 നമ്പറുകൾ കൊടുത്താൽ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ഏസർ റിപ്പോർട്ട് പറയുന്നത്. അതായത് ഒരു ബേസിക് മാത്തമാറ്റിക്സിൽ പോലും നമ്മൾ പിന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ
നമ്മുടെ കുട്ടികളെ ഭാവിയിൽ AI അപ്സ്കിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ വലിയൊരു എഫേർട്ട് നമ്മുടെ ഒരു ബേസിക് പ്രൈമറി എഡ്യൂക്കേഷൻ രംഗത്ത് കേരളം എസ്പെഷ്യലി ഇടേണ്ടതുണ്ട്. എസ്പെഷ്യലി നമ്മൾ നോളജ് എക്കോണമിയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. ആ രംഗത്ത് നമ്മുടെ ഒരു പ്രൈമറി വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് കേരളം ഇടേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളെ കൂടുതൽ നല്ല ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ട് IITസിലോട്ടും NITസിലോട്ടും അല്ലെങ്കിൽ വേൾഡിൽ തന്നെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലോട്ടും പുഷ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം നമ്മൾ എഡ്യൂക്കേഷൻ രംഗത്തും ഒരുക്കേണ്ടതുണ്ട്.